വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്, ന്യൂസ് 18 എക്സ്ക്ലൂസീവിലേക്കാണ് നമ്മൾ ന്യൂസ് ട്രെൻഡ്സ് ഇനി പോകുന്നത്. രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ചോ, അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് വെളിപ്പെടുത്തിയത് പ്രമുഖ കോൺഗ്രസ് വനിതാ നേതാവാണ്. ഹേമ കമ്മിറ്റി മോഡൽ രാഷ്ട്രീയത്തിലും കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അവസരം കിട്ടാൻ കോൺഗ്രസിൽ ചൂഷണത്തിന് നിന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് AICC അംഗവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18നോട് വെളിപ്പെടുത്തുന്നു. അവസരത്തിന് വേണ്ടി അങ്ങനെ ചൂഷണങ്ങൾക്ക് നിൽക്കേണ്ട സ്ഥിതി കേരള രാഷ്ട്രീയത്തിൽ ചുരുക്കമെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നാണോ? ഉണ്ടാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇല്ല എന്ന് പറയുന്നത് ഒരു എന്നോട് തന്നെയുള്ള ഒരു നീതി നിഷേധമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശോഭന ജോർജ് ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും ഷാഹിദ കമാൽ ആണെങ്കിലും ഇതൊന്നും കോൺഗ്രസ് പാളയത്തിലുള്ള വനിതാ നേതാക്കളല്ല. ഇവൻ ലതിക സുഭാഷ്, ഞാൻ ഒരു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. അപ്പൊ അദ്ദേഹം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. ഞങ്ങളുടെ ഒരു ജില്ലയിലുള്ളൊരു സമ്മേളനമായിരുന്നു. അപ്പോൾ ഉടനെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വന്നിട്ടുണ്ട്, ഞാൻ സിമിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചോട്ടെ, കാരണം ഇവിടെ എല്ലാ പ്രവർത്തകരും വെയിലും കൊണ്ട് നിൽക്കുവാണ്. 12:30 മണിയായി. അപ്പൊ അദ്ദേഹം പിന്നെ എത്താൻ 2 മണിക്കൂറും കൂടി വൈകും. അപ്പൊ അത്തരം നമുക്കൊക്കെ അവസരം തരുന്നതിന് നമ്മളൊക്കെ അവരൊരു സ്ത്രീയാണ്, അവർക്ക് വേണമെങ്കിൽ വിചാരിക്കുക എന്തിനാണ് ഈ സ്ത്രീക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവര് ഓൾ ഇന്ത്യ സെക്രട്ടറി, എന്നോടൊരു അസൂയ കലർന്നൊരു വികാരം അവർക്ക് കാണിക്കാം. പക്ഷെ എന്റെ മുന്നിൽ വെച്ചാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അപ്പൊ അത്രയും ഞങ്ങളൊക്കെ ഇവരുമായിട്ടൊക്കെയുള്ള സ്നേഹബന്ധം എനിക്കോ ലതിക സുഭാഷിനോ ഒക്കെ ജയിക്കാവുന്ന ഒരു സീറ്റ് തന്നിട്ടില്ല. ഞങ്ങൾക്ക് തന്നത് മാരാരിക്കുളത്ത് 9 അവിടുത്തെ പഞ്ചായത്തും CPMന്റെ കോട്ടയാണ്. അവിടെ അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ 2-3 പഞ്ചായത്ത് അംഗങ്ങൾ മാത്രമാണുള്ളത് ഈ 9 പഞ്ചായത്തിൽ കൂടി. എനിക്കവിടെ ആ സമയത്ത് ഇവിടെ പ്രൊഫസർ KV തോമസ് സാറ് ഒരു ആവശ്യമില്ലാതെ അദ്ദേഹം പാർലമെന്റിൽ മത്സരിക്കുന്ന, അന്ന് വീരപ്പൻ മൊയ്ലി കർണാടക മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹമാണ് കേരളത്തിന്റെ ഇൻചാർജ് AICC ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് എറണാകുളത്ത് മത്സരിക്കണം, എന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ പറ്റില്ല, എറണാകുളത്ത് മത്സരിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വീരപ്പൻ മൊയ്ലി സാറ് കുറച്ചും കൂടി ഒരു ജെന്യുവൻ ആയിട്ടുള്ള മെറിറ്റിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ, അപ്പം താങ്കൾക്ക് പാർലമെന്റിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. കാരണം എറണാകുളം ഉറച്ച സീറ്റാണ്, ജയിക്കാവുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് പാർലമെന്റിൽ പോകണ്ടെന്ന്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഡൊമിനിക് പ്രസന്റേഷൻ മന്ത്രിയായിരുന്നു, അദ്ദേഹം തോറ്റു. മാരാരിക്കുളത്ത് ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഭൂരിപക്ഷം പഞ്ചായത്ത് ഇലക്ഷന് 35,000 ആയിരുന്നു. അത് ഞാൻ 17,000 കുറച്ച് നല്ലൊരു ഫൈറ്റ് ഞാൻ കാഴ്ചവെച്ചു. എന്നിട്ട് പോലും ഈ 3.5 വർഷം കഴിഞ്ഞപ്പോൾ അത് രാജിവെച്ച് അദ്ദേഹം പാർലമെന്റിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ ആള് പാർലമെന്റിൽ പോയിട്ട് മന്ത്രിയായിരിക്കെ തോറ്റുപോയ ഡൊമിനിക് പ്രസന്റേഷന് എറണാകുളം സീറ്റ് കൊടുത്തു. അപ്പൊ എത്രയോ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് PSC മെമ്പറായിരുന്ന മറ്റേ ആന്റണി ഐസക് സാറിനെ രാജിവെപ്പിച്ചു എന്റെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ കാലഘട്ടത്തില്. ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്നു, യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, പട പൊരുതുന്ന ആളുകളായിരുന്നു. ഇന്നത്തെ പോലെ ഡിജിറ്റൽ മീഡിയയിലൂടെയുള്ള പ്രവർത്തനമായിരുന്നില്ല. മഹിളാ കോൺഗ്രസ് ഒക്കെ ഷാനിമോളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അന്ന് ഡിജിറ്റൽ മീഡിയ ഉണ്ടായിരുന്നില്ല. ഇത് എക്സ്പോസ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറവാണ്. മനോരമയിൽ വന്നാലായി, മാതൃഭൂമിയിലായി. ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ആയിക്കൂടി ഉണ്ടായിരുന്നത് ദൂരദർശൻ മാത്രമായിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് വന്നു, ഇന്നിപ്പം ചാനലുകളുടെ ഒരു ഇതാ. ആന്റണി ഐസക് സാറിനെ മത്സരിപ്പിച്ചു. എന്തുകൊണ്ട് മത്സരിപ്പിച്ചു? അദ്ദേഹം PSC അംഗമായിരുന്നു. അത് രാജിവെച്ച് അത് LDFന് കൊടുത്തിട്ടാണ് മത്സരിപ്പിച്ചത്. അന്നൊരു യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവസരം കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. പിന്നീട് ആന്റണി ഐസക്കിന് ശേഷം അവർ എഡ്വേർഡ് എഡേഴത്തിനെ കൊണ്ടുവന്നു. അദ്ദേഹം ആരാണെന്ന് ഷാനിമോൾ അന്ന് ചാനൽ ചർച്ചയിൽ റിപ്പോർട്ടർ ചാനൽ നികേഷിനോട് ചോദിച്ചു. ഷാനിമോൾ പറഞ്ഞു, ഞാൻ ഈ പേര് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒന്നുമില്ല, ഇതെങ്ങനെ കാൻഡിഡേറ്റ് ആയി എന്ന് ചോദിച്ചു. അതിന്റെ ക്ലിപ്പിംഗ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് എടുത്താൽ കിട്ടുമായിരിക്കും. അപ്പൊ ഒരുപാട് അനീതികൾ നടന്നിട്ടുണ്ട്, എന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. MO ജോണിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ I ഗ്രൂപ്പിന് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ പോളിന് വേണ്ടി വോട്ട് പിടിച്ചതാണ് അന്ന് സംഭവിച്ച വലിയൊരു ദാരുണമായ ഒരു ദുരന്തം. പിന്നെ അവർക്ക് പാർട്ടി വിട്ട് പോകേണ്ടി വന്നു. പിന്നീട് അതുപോലെ തന്നെ ഹൈബീഡന്റെ പിതാവ്
നമ്മുടെ പ്രിയങ്കരനായ ജോർജ് ഈഡൻ MLA അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിട്ടു. അപ്പോഴൊക്കെ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ആരാ? ഇത് ലാറ്റിൻ കാത്തലിക്കിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റാണ് എറണാകുളം നിയോജക മണ്ഡലവും അതുപോലെ കൊച്ചിയും എറണാകുളം പാർലമെന്റും. വേറെ ആരും വരാൻ സമ്മതിക്കില്ല. ഇപ്പൊ തിരിച്ച് ഹൈബീഡനോട് കാണിക്കുന്ന എന്താ? ഹൈബീഡൻ 2 വർഷം കൊണ്ടാണ് രാഷ്ട്രീയ രംഗത്ത് വന്നതിന് ശേഷം അദ്ദേഹം ജില്ലാ പ്രസിഡന്റായി, 1 വർഷത്തിനുള്ളിൽ സ്റ്റേറ്റ് പ്രസിഡന്റായി, പിന്നെ NSUയുടെ ആയി, അത് കഴിഞ്ഞ് പിന്നെ MLA ആയി. ഇപ്പോ അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് വിട്ടു. ഒരു ജില്ലയിൽ ഒതുങ്ങുന്ന ഒരു നേതാവായിരുന്ന വിനോദ്, എന്നോട് അന്ന് പല പത്രക്കാരും ചോദിച്ചു വിനോദ് ആരാന്ന്. കാരണം വിനോദ് സംസ്ഥാന നേതാവൊന്നും ആയിരുന്നില്ല. ഞങ്ങളൊക്കെ സഹിച്ച ത്യാഗങ്ങളോ ഒന്നും സഹിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തിന്റെ പേര് എഴുതി കൊടുക്കാനും ചിലർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എത്രമാത്രം ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് സിമി റോസ്ബൽ ജോൺ നടത്തുന്നത് എന്ന് കേൾക്കുക. രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ്. ഉണ്ട്, അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എന്ന് മുൻ AICC അംഗവും മഹിളാ കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയുമായിരുന്ന സിമി റോസ്ബൽ ജോണിന്റെ ഈ പ്രതികരണം. ഇനി